മേഡം അത്തില്ല ടാറ്റാ. വീഡിയോ ക്ലിയർ അല്ലല്ലോ എന്തുകൊണ്ട്. ചേട്ടാ 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 ജിതി ഇങ്ങോട്ട് വരും. അപ്പൊ ഇനി 5 ദിവസം കഴിഞ്ഞ് കാണേ. വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല. ഹലോ എവ്രി വൺ. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആക്ച്വലി ഞാനിപ്പോ എയർപോർട്ടിലാണ്, അതുകൊണ്ട് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. സോറി ഫോർ ദാറ്റ്. ബട്ട് എനിക്ക് ഈ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പൊ നേരത്തെ നമ്മൾ മുന്നേ കണ്ട വീഡിയോ ഞാൻ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ബട്ട് ആ വീഡിയോയുടെ മുന്നേ എടുത്ത വീഡിയോസ് അൺഫോർച്ചുനേറ്റ്ലി എന്റെ കയ്യിലില്ല. അപ്പോ ഇന്നത്തെ ഡേറ്റ് ജൂലൈ 27. നാളെ ജൂലൈ 28 എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളിപ്പോ മലേഷ്യ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ 27-നാണ് എന്റെ സ്റ്റാർ സൈനിന്റെ നാളിന്റെ പിറന്നാൾ എന്നൊക്കെ പറയില്ലേ, അത് വന്നത്. അപ്പൊ വീട്ടിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ഒക്കെ 27-നായിരുന്നു. അപ്പൊ അതിന്റെ രാവിലെ ഒരു 6 മണി മുതൽ ഈവനിങ് അല്ലെങ്കിൽ ഒരു ഉച്ച 2:45 3 മണി വരെയുള്ള അന്നത്തെ ആ ഒരു ഡേ ഞാൻ വളരെ എൻജോയ് ചെയ്ത് വളരെ ആഗ്രഹിച്ചെടുത്ത കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്റെ കയ്യിൽ നിന്ന് അത് പോയി, ഡിലീറ്റ് ആയി പോയി. എല്ലാം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. പിന്നെ ഞാൻ അതിനുശേഷം വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഇതുവരെയുള്ള ഒരു യാത്രയിൽ ഞാൻ ഇങ്ങനെ കുറെ ചിന്തിച്ചു. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണം എന്നില്ലല്ലോ. എന്റെ 29 ഇയർ ഏകദേശം ആ ഒരു ലെസൺ ആണ് എന്നെ പഠിപ്പിച്ചത്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആണെന്നില്ല. കുറെ നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്സ് ആൻഡ് ഡൗൺസ് വരും. ഇപ്പൊ നമ്മള് ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് എല്ലാം കിട്ടണം എന്നില്ല. അങ്ങനെ കുറെ ലെസൺസ് ഉണ്ടായിരുന്നു. അപ്പൊ മേ ബി ആ ഒരു ഇയറിന്റെ ലാസ്റ്റ് ഡേയും എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന ഒരു കാര്യമായിരിക്കും. അപ്പോ പക്ഷെ എനിക്കത് അങ്ങനെ വിറ്റ് കളഞ്ഞ് ചുമ്മാ ഇരിക്കണം എന്ന് തോന്നിയില്ല. കാരണം ആ ഒരു ഡേ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു എനിക്ക്. ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇവിടെ ജിതിന് ഇരിക്കണ്ട എന്റെ ഓപ്പോസിറ്റ്. ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത് വെച്ചാൽ ഒരു 6 to 6 മോർണിംഗ് തൊട്ടിട്ട് ഈ ഒരു നിമിഷം വരെ സ്പെഷ്യൽ തന്നെയാണ്. ആക്ച്വലി എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ജിതിനും കൂടി ഇപ്പോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോ പക്ഷെ 27th നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ നല്ലൊരു എൻജോയ് ചെയ്തിട്ടുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ എണീറ്റ് ഞാൻ അമ്പലത്തിലൊക്കെ പോയി ജിതിനൊപ്പം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒറ്റാളിക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ് പോയത്. ഞാനിപ്പോ ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു മേ ബി ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യുന്നത്. പൊതുവേ ഞാൻ എപ്പോഴും ബാക്കി എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ആക്കിയിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് ചെയ്യാൻ കാരണം ആ ഒരു ഡേ എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ടൈമും അവരുടെ എഫേർട്സും എനർജി ഒക്കെ സ്പെൻഡ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ എഫേർട്സ് ഒക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അതൊന്നും അങ്ങനെ മിസ്സാക്കി കളയരുത് എന്ന് എനിക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ എനിക്കൊരു മെന്റൽ പീസിന് വേണ്ടിയിട്ടും എനിക്കത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ എന്റെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് ഇങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഉണ്ടായി. മേ ബി എനിക്ക് എന്റെ ലൈഫിൽ ഒരു പഠിക്കാൻ പറ്റിയ ഒരു പാടാണ്. ഞാൻ ആക്ച്വലി കുറച്ചുകൂടെ സൂക്ഷിക്കണമായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ബാക്കപ്പ് പ്ലാൻസ് വെക്കണമായിരുന്നു. ഡീറ്റെയിൽസ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ വീഡിയോസ് പോയതിനെക്കാട്ടിലും എന്റെ വിഷമം ജിതിൻ ഫുഡ് ആയിട്ട് വന്നു. ഞങ്ങളിപ്പോ കഴിച്ചിട്ട് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ്. വീഡിയോസ് പോയതിനെക്കാട്ടിലും എന്റെ സങ്കടം ആ ഒരു അന്നത്തെ ഒരു സന്തോഷം, ആ മൊമെന്റ്സ് ഒക്കെ ഞാൻ കണ്ടു, എന്റെ കൂടെ ഉള്ളവർ കണ്ടു. ബട്ട് പിന്നീട് ഒരിക്കലെങ്കിലും കാണണം എന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നും എനിക്കിനി കാണാൻ പറ്റില്ല. മനസ്സിലുള്ള ആ ഒരു ഓർമ്മ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ഇവിടെ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം മറന്നു പോവുകയാണെങ്കിൽ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പിന്നെ ഓർക്കാലോ എന്ന് ഓർത്തിട്ടാണ്. കാരണം അതിന്റെ ഒരു വീഡിയോസ് എന്റെ കയ്യിലില്ല. ആകെ കുറച്ച് 1 or 2 വേറെ പലരുടെയും ഫോണിൽ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം രാവിലെ ഇതുപോലെ എനിക്ക് അമ്പലത്തിലൊക്കെ പോയി ഞാനും ജിതിനും കൂടി കുറെ നേരം പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നമ്മള് ജിതിന് കുറച്ചൊന്ന് ഗ്രൂം ചെയ്യണമായിരുന്നു ഇന്നത്തെ ട്രിപ്പിന്റെ. അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ കാണുന്നത്
വീട്ടിലേക്കുള്ള ആ ഒരു വഴിയൊക്കെ വീട്ടിലേക്ക് കയറി അകത്ത് കയറി ഞങ്ങളുടെ ഡൈനിങ് റൂമിലോട്ട് കയറുന്ന ആ ഒരു ഹോൾവേ ഉണ്ട്, അവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂം ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം എന്റെ ബ്രദറും എന്റെ അനിയനും ഒക്കെ കൂടിയിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തതൊക്കെ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു, ഞാൻ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ഞെട്ടലായിരുന്നു. ആക്ച്വലി ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ മമ്മിയൊക്കെ കൂടി ഉണ്ടാക്കിയ സദ്യ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് കയ്യിൽ നിന്ന് മണം പോയിട്ടില്ല. ഇപ്പോഴും ആ സദ്യയുടെ മണമുണ്ട് എന്റെ കയ്യില്. അപ്പൊ അങ്ങനെ കുറെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. അപ്പൊ എനിക്കതൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ എന്റെ മെമ്മറി മാത്രം വെച്ച് ഏതെങ്കിലും ഒരു ഭാഗം മിസ്സാക്കി കളയരുത് എന്നുണ്ട്. അപ്പൊ എനിക്കതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താൽ കുറച്ചുകൂടെ ചിലപ്പോ എന്റെ മനസ്സൊന്ന് ശാന്തമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ദേ വന്നു, ഇങ്ങനെ ഡൈനിങ് റൂമിൽ എത്തിയപ്പോ ഇങ്ങനെ ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം നമ്മളിങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അതിന് ശേഷം അപ്പോഴേക്കും ഞാൻ ഒരു കേക്ക് പറഞ്ഞിരുന്നു. ഞാനും എന്റെ ബ്രദറും കൂടിയിട്ട് ഇങ്ങനെ തൃശ്ശൂർ കൂടെ പോകുമ്പോൾ നവ്യ ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ ഒരു അടിപൊളി ബേക്കറി ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ഇപ്പോഴും വായിൽ വെള്ളം വരുന്ന ടേസ്റ്റ് ആയിരിക്കുമ്പോ അവിടെ എത്തിയപ്പോ ഞാൻ പറയുന്നത് എനിക്ക് ഇവിടുന്ന് ബർത്ത്ഡേക്ക് കേക്ക് വേണം. അവനത് ആലോചിച്ച് വെച്ച് ഇന്നലെ പോയിട്ട് കേക്കൊക്കെ വാങ്ങി വന്നു. എന്നിട്ട് കാരണം ഞാനും ജിതിൻ എത്തിയിട്ടേ ഉള്ളൂ നാട്ടില്. ജിതിൻ എത്തി 2 ദിവസം നമ്മൾ കണ്ണൂരായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഇപ്പൊ തിരിച്ച് തൃശ്ശൂർ വന്നു. ജസ്റ്റ് ഒരു 1 ഡേ ഉള്ളൂ. 27th ഒരു മോർണിംഗ്, 1 ഡേ എന്ന് പറയാനില്ല, ഒരു മോർണിംഗ് മാത്രമേ നമുക്കുള്ളൂ കയ്യില്. ആ ഒരു മോർണിംഗ് ആയിരുന്നു നമ്മള് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ വെച്ചിരുന്നത്. അപ്പൊ കേക്കൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ടേബിളിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ആകെ കൂടി എന്റെ ഉള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഇപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നത് മാത്രം പോരല്ലോ, അവരുടെ ഒരു ഫേസും അല്ലെങ്കിൽ അവരുടെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളും കൂടി ഒന്ന് എനിക്ക് എപ്പോഴും സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ഫോൺ അവരുടെ ഒരു ആംഗിളിൽ കൂടി വെച്ചിരുന്നു. ആ ഒരു വീഡിയോ മാത്രമാണ് എൻ്റെ ഉള്ളത്. അതിലിങ്ങനെ എല്ലാവരും നിരന്ന് നിന്ന് എനിക്ക് വിഷ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. പൊതുവെ അവര് അത്രയും അങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാർ. അങ്ങനെ വിഷ് ചെയ്യുക, പാടുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മടിയാ. പക്ഷെ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തപ്പോ വളരെ സ്പെഷ്യൽ ആയിരുന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സദ്യ, വെറും സദ്യയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ കറികളും ഉണ്ടായിരുന്നു. കൂട്ടുകറി ഉണ്ടായിരുന്നു, മസാലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് ആൻഡ് ഗ്രീൻ പീസ് തോരൻ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു. എനിക്ക് വെള്ളം വരുന്ന പാലിക്കുമ്പോ വിശക്കുന്നുണ്ട് ഇത് ആലോചിക്കുമ്പോ. ചോറ്, സാമ്പാറ്, നല്ല അടിപൊളി മാങ്ങാച്ചാറ്, അമ്മ ഉണ്ടാക്കിയ മാങ്ങാച്ചാറ്, പുളിയിഞ്ചി, പപ്പടം, അങ്ങനെ അടിപൊളി പായസം ഒന്നും എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ വയറ് ഫുള്ളായി പോയി. ഞാൻ കുറച്ച് ഈവനിങ് ആകുമ്പോൾ കുടിക്കുന്നത്. പക്ഷെ ഈവനിങ് ആകുമ്പോഴേക്കും ഇതൊക്കെ ആയപ്പോഴേക്കും എനിക്കൊന്നും കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളിത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിപ്പോയി. അപ്പൊ അങ്ങനത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇവരുടെയൊക്കെ എഫേർട്സ് ആണ്. അത് മാത്രമല്ലായിരുന്നു, ഞാൻ ആ വീഡിയോനകത്ത് ഇതുപോലെ എല്ലാവരുടെയും ഒരു എന്നെ കുറിച്ചുള്ള അവരുടെ മെമ്മറീസ് ഷെയർ ചെയ്യുന്ന ഒരു പാർട്ടും അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയില്ല ഇനി അതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ അത് അത്ര പോസിബിൾ അല്ല റീക്രിയേറ്റ് ചെയ്യുമ്പോൾ. മറ്റതൊക്കെ തനിയെ വരുന്നതാണ്. അപ്പോ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് പോകും. ഇനി കഴിച്ചിട്ട് ഇതിന്റെ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഗേറ്റിന്റെ അവിടെ എത്തി. കുറച്ച് സമാധാനം കിട്ടിപ്പോരുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ എന്റെ പിറന്നാളിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓരോരുത്തരും ഞാൻ എടുത്തു പറയണം. ആക്ച്വലി എന്റെ അമ്മ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ 5 മണി 4 മണിക്കൊക്കെ എണിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നു. അതും ഞാൻ ഇങ്ങനെ കിച്ചണിലൊക്കെ പോയി നോക്കിയപ്പോ അമ്മ ഇങ്ങനെ വേർത്ത് കുളിച്ചിട്ടൊക്കെ കാരണം കിച്ചണില് ഫാൻ ഇട്ട് ഓടി നടന്ന് പരിപാടി എന്തൊക്കെ ചെയ്താലും നമ്മള് വേർത്തു പോവും. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട്, കാരണം അത്രയും ചൂടും പുകയൊക്കെ അല്ലേ. അപ്പം അങ്ങനെ അമ്മ കുറെ കഷ്ടപ്പെട്ടു. അതുപോലെ അച്ഛൻ ഈ ഡെക്കോറൊക്കെ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കഷ്ടപ്പെട്ട് നോക്കി, എന്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളറൊക്കെ നോക്കി കണ്ടുപിടിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്നു. എന്റെ അനിയൻ അവനെല്ലാം ഡെക്കോർ ചെയ്ത് അടിപൊളിയാക്കി വെച്ചു. അതുപോലെ മുത്തശ്ശൻ, അമ്മമ്മ, അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരുടെ എന്നെ കുറിച്ച് പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്കറിയാം അവർ പറഞ്ഞത് എന്താന്ന്. പക്ഷെ ഇതൊക്കെ എനിക്ക്
ഇൻ ഫ്യൂച്ചറിൽ എടുത്തു നോക്കാനോ അതൊക്കെ നോക്കി സന്തോഷിക്കാനോ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി വിട്ടുപോയി. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിരുന്നു. ദേ കണ്ടോ, അനദർ ഇയർ ബട്ട് സെയിം ഹോട്ട്നെസ്. കാരണം ഞാൻ മറ്റൊരു ബ്ലാക്ക് ടോപ്പ് ആയിട്ടിരുന്നു. അതിൽ ഞാനൊരു സ്പ്രേ അടിച്ചപ്പോൾ എനിക്ക് അതെന്തോ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര തലവേദനയും വോമിറ്റിംഗ് ഒക്കെ വരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് മെന്റലി സ്ട്രെസ്ഡ് ഔട്ട് ഒക്കെ ആകുമ്പോൾ എന്റെ സെൻസറി ഓർഗൻസ് ഒക്കെ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നോർമലി ആ സ്പ്രേ എനിക്ക് ജിതിൻ ഗിഫ്റ്റ് തന്നതായിരുന്നു. പക്ഷെ ആ രാവിലെ അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അയ്യോ, എനിക്ക് ന്യൂസിലാൻഡിൽ നിന്ന് വരെ ഗിഫ്റ്റ് കൊടുത്തയച്ചു എന്റെ ഫ്രണ്ട്സ് ആദി ആൻഡ് അഖിൽ ആൻഡ് അവരുടെ കുഞ്ഞു ബേബി നോമിയൊക്കെ കൂടിയിട്ട് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചു. അതുപോലെ ജിതിൻ വരുമ്പോൾ, ജിതിൻ ഓൾറെഡി എനിക്ക് ഗിഫ്റ്റ് തന്നിരുന്നു. ഈ ബാഗാണ് ജിതിൻ എനിക്ക് ഗിഫ്റ്റ് തന്നത്. അതുകൂടാതെ ഇവിടെ ന്യൂസിലാൻഡിൽ നിന്ന് വരുമ്പോൾ പിന്നെയും ജിതിൻ എനിക്കൊരു സ്പ്രേ ഒക്കെ വാങ്ങിയിട്ട് വന്നിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ ഞാൻ അപ്പം അടിച്ച് ഭയങ്കര ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് വൈകിട്ടൊക്കെ ആയിരിക്കാൻ സ്മെല്ലൊന്നും പറ്റാതെ ആയി തുടങ്ങി. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറി. അങ്ങനെ ഇന്ന് എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വന്ന ഓരോരുത്തരെയും ഞാൻ ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരും. ഓരോ നമ്മളുടെ എല്ലാവരുടെയും സന്തോഷവും എല്ലാവരുടെയും ആ ഒരു എന്താ പറയാ, എനിക്ക് വേണ്ടിയിട്ട് അവർ അത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തപ്പോൾ എന്റെ ഒരു സന്തോഷം കാണാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ അത്രയും ചെയ്യുന്നത്. ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നും, അവര് അത്രയും സെൽഫ്ലെസ് ആയി ചെയ്ത കാര്യങ്ങളാണ്. ഒരു ഫോട്ടോ പോലും എന്റെ മര്യാദക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ കൂടെയുള്ള ഒരു ഫോട്ടോ പോലും എന്റെ മര്യാദക്കില്ല, എല്ലാം പോയി. അപ്പൊ ഇതൊക്കെ ഓരോ പാഠമാണ്. ഇനി ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഞാൻ കുറെ കാലമായിട്ട് ഒരു ബാക്കപ്പ് എന്തേലും എപ്പോഴും കരുതി വെക്കണം. നോർമലി ഞാൻ എന്റെ ഗൂഗിൾ ഫോട്ടോസിലോട്ടോ ഐക്ലൗഡിലോട്ടോ, പക്ഷെ അത് കേറാനുള്ള ടൈം പോലും കിട്ടിയില്ല. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള ഇതൊക്കെ കേറി വരുമ്പോഴേക്കും എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ അപ്പു ഉണ്ടായിരുന്നു. അവനും അടിച്ചു പൊളിച്ച്, അവനും ഈ പറഞ്ഞ പോലെ അവന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് വന്നതാണ്. അനൗൺസ്മെന്റ് കാരണം ഇടയ്ക്ക് ഞാനിങ്ങനെ സ്റ്റക്കായി പോകുന്നുണ്ട്. അനൗൺസ്മെന്റ് നിർത്തിയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഇവര് അനൗൺസ്മെന്റ് നിർത്തണമില്ല. ഞാനിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഇന്ന് തന്നെ എടുക്കാൻ കാരണം എന്റെ മനസ്സിലുള്ളതെല്ലാം ഇന്നത്തോടെ അങ്ങ് തീർക്കണം, നാളത്തേക്ക് ഫ്രഷ് ആയിട്ട്. കാരണം അല്ലെങ്കിൽ എനിക്ക് ഒരു 5 days നമ്മൾ ഈ ട്രിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 5 days എന്റെ മൊത്തത്തിൽ കൊളായിരിക്കും. ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച്, കാരണം ഞാൻ പറ്റാവുന്നിടത്തോളം അത് എങ്ങനെയും ബാക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ അന്വേഷിച്ചു. ഈവൻ ആപ്പിൾ സപ്പോർട്ടിനെ വരെ വിളിച്ച് സംസാരിച്ചു. പക്ഷെ അവര് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം നടക്കും ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ തിരിച്ചു വന്നിട്ടൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാൻ പറ്റുള്ളൂ. അതുവരെ ഞാൻ ചിലപ്പോൾ ഇത് മനസ്സിലിട്ട് നടന്ന എന്റെ ട്രിപ്പും കൂടി കൊള്ളാവും. അപ്പൊ ഇന്ന് ഈ ഒരു ദിവസം, ഈ രാത്രി എന്റെ ഈ പിറന്നാൾ ഇന്ന് നടന്ന ദിവസം തന്നെ ഇതെല്ലാം അങ്ങ് ഞാൻ മനസ്സിൽ നിന്ന് എല്ലാം പറഞ്ഞു തീർത്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ ഞാനൊരു പുതിയൊരു എന്താ പറയാ ആളായിട്ട് പുതിയൊരാള് പറഞ്ഞ എന്റെ ആ ഒരു സന്തോഷം സമാധാനവും തിരിച്ചു കിട്ടണം എനിക്ക്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ധൃതി പിടിച്ച ഈ ഒരു വീഡിയോ ഇത്രയും ഒരു തിരക്കിലും ഇത്രയും ഒരു ബഹളത്തിലും ഈ ഒരു സിറ്റുവേഷനിലൊക്കെ എടുക്കാമെന്ന് ഓർത്തത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ലൈഫിലെ ഓരോ സിറ്റുവേഷൻസ്, ഇതുപോലെ നമുക്ക് പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ഈ പോയ ഒരു കൊല്ലം ഏകദേശം ഇതുപോലത്തെ പല സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ ആൾക്കാര് നമ്മൾ നിന്ന് പിരിഞ്ഞു പോയി. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ സിറ്റുവേഷൻസ് ഉണ്ടായി. ജോബ്സ് കിട്ടാത്ത ഇഷ്യൂസ് വന്നു. വിചാരിക്കും ജോബൊക്കെ കിട്ടി ഒന്ന് ശരിയാവുമെന്ന് വിചാരിക്കുമ്പോഴേക്കും അത് ശരിയാവത്തില്ല. അതുപോലെ കുറെ ചീത്ത കാര്യങ്ങൾ നടന്ന കൂട്ടത്തില് കുറെ നല്ല കാര്യങ്ങളും, പുതിയ പുതിയ കുറെ ഫ്രണ്ട്ഷിപ്സും, അതുപോലെ പുതിയ പല ആൾക്കാരെ പരിചയപ്പെടാനും നല്ല കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റി. അതുപോലെ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് നല്ലൊരു ജോബ് കിട്ടുകയും ചെയ്തു. അപ്പോ ഈ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. അപ്പൊ ഒരുപാട് നമ്മൾ സന്തോഷിക്കുമ്പോൾ എന്തേലൊക്കെ ഒരു സങ്കടം നമുക്ക് വരുമെന്ന് പറയില്ലേ, മേ ബി അതായിരിക്കും. ബട്ട് ഒരു വീഡിയോ ഒക്കെ പോയാൽ ഇത്ര കാര്യമുണ്ടോന്ന് ചിലവർ ചിന്തിക്കുമായിരിക്കും. പക്ഷെ വീഡിയോ പോയതിലോ അല്ലെങ്കിൽ എന്താ പറയാ എനിക്കൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റാത്തതിലോ ഉള്ള വിഷമമല്ല ഇത്. ഈ ഒരു ദിവസം എന്നെ പോലെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിട്ട് കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ആ ഒരു ഫീലിങ്സും ഇമോഷൻസും എല്ലാം എനിക്കൊന്ന്, ഞാൻ എടുത്ത ആ പല കാര്യങ്ങളും മിസ്സായല്ലോ, എനിക്കിനി അതൊക്കെ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമമില്ലേ, അതാണ്. എന്തായാലും ഇപ്പോൾ നാളെ നമ്മൾ മലേഷ്യയിൽ എത്തിയിട്ട് പുതിയൊരു അടിപൊളി ദിവസം തുടങ്ങാൻ പോവാണ്. ഇന്നത്തെ കാര്യങ്ങൾ ഇന്നത്തോടെ കഴിഞ്ഞു. കൂടുതലായി ഓവർ തിങ്ക് ചെയ്യാതിരിക്കാനും കൂടുതലായി ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാനും
നമുക്ക് സമയമില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് ഞാൻ പഠിച്ചൊരു കാര്യം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ കുറെ കാലമായിട്ട് ശീലിച്ചു വന്ന കാര്യങ്ങളാണ്. ഓവർ തിങ്കിങ്ങിലും ഈ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കലൊക്കെ എൻ്റെ ഒരു നോർമൽ സ്വഭാവമാണ്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. ഇനി എങ്ങാനും നമുക്ക് ആ വീഡിയോസ് ഒക്കെ തിരിച്ചു കിട്ടിയ, ഇപ്പോഴും ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കിട്ടുമായിരിക്കും, കിട്ടിയില്ലെങ്കിൽ ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം അല്ലെ. അപ്പോ കിട്ടട്ടെ എന്ന് ഞാനും വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോ ഒരു അടിപൊളി മലേഷ്യൻ വീഡിയോയുമായിട്ട് കാണാം. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഞാനും ഹാപ്പി ആയിരിക്കട്ടെ. നമുക്ക് എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.